ആശുപത്രികളിൽ മരണം കാത്തിരുന്ന ടി.ബി വാർഡുകൾ. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വന്നപ്പോൾ അപ്രത്യക്ഷമായെങ്കിലും ട്യൂബർക്യുലോസിസ് എന്ന ക്ഷയരോഗം ഇപ്പോഴും ആഗോള ആരോഗ്യ പ്രശ്നമായി തന്നെ തുടരുന്നു. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം പ്രാഥമികമായി ശ്വാസകോശത്തെ ബാധിക്കുന്നു. ടി.ബി തടയാവുന്നതും ഭേദമാക്കാവുന്നതുമായ ഒരു രോഗമാണ്. HIV/AIDS ബാധിച്ചു മരിച്ചവരെക്കാൾ 2 ഇരട്ടി അധികം പേരാണ് ക്ഷയരോഗബാധിതരായി മരണത്തിന് കീഴടങ്ങിയതെന്നും കണക്കുകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ക്ഷയരോഗം അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് അഥവാ ടി.ബി ശ്വാസകോശത്തെ ബാധിക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. രോഗബാധിതനായ ഒരാളുടെ ചുമയിൽ നിന്നോ തുമ്മലിൽ നിന്നോ ഉള്ള ചെറിയ തുള്ളി ശ്വസിക്കുന്നതിലൂടെ പടരുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണിത്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. പക്ഷെ ഇത് ഭേദമാക്കാവുന്നതും തടയാവുന്നതുമാണ്. ടി.ബി പൊതുവെ ശ്വാസകോശങ്ങളെ ബാധിക്കുമ്പോൾ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെയും ബാധിക്കുന്നു. രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത അണുബാധയെ ലാറ്റന്റ് ട്യൂബർക്യുലോസിസ് എന്ന് വിളിക്കുന്നു. ഒരു സജീവ ക്ഷയരോഗികളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചുമ, തുപ്പൽ അല്ലെങ്കിൽ തുമ്മൽ എന്നിവയിലൂടെ ക്ഷയരോഗം പകരുന്നു. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ടി.ബി പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും പ്രയാസമാണ്. ക്ഷയരോഗ ലക്ഷണങ്ങൾ അണുബാധ എവിടെയാണ് സംഭവിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് സാവധാനത്തിൽ വികസിപ്പിച്ചെടുക്കുന്നു. ഇത് നിങ്ങളെ ബാധിച്ച് മാസങ്ങളോ വർഷങ്ങളോ വരെ കണ്ടെത്താനായേക്കില്ല. പ്രധാനമായും ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു. വിശപ്പില്ലായ്മയും ഭാരക്കുറവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നതും രാത്രി വിയർപ്പ്, ക്ഷീണം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടത്. പൾമണറി ടി.ബി ശ്വാസകോശത്തെ ബാധിക്കുന്നു. ഇത് തുടർച്ചയായ ചുമയ്ക്ക് കാരണമാകും. ഇത് 3 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുകയും രക്തരൂക്ഷിതമായ കഫം ഉയർത്തുകയും ചെയ്യും. ഇത് ശ്വാസതടസ്സത്തിനും ഇടയാക്കും. ശ്വാസകോശത്തിന്റെ പുറംഭാഗങ്ങളായ ലിംഫ് നോഡുകൾ, എല്ലുകളും സന്ധികളും, ദഹന വ്യവസ്ഥ, മൂത്രസഞ്ചി, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യൂഹം എന്നിവയിൽ എക്സ്ട്രാ പൾമോണറി ടി.ബി അണുബാധ വികസിക്കുന്നു. HIV ബാധിതർ പോലുള്ള ദുർബലമായ പ്രതിരോധശേഷിയുള്ളവരിൽ എക്സ്ട്രാ പൾമോണറി ടി.ബി സാധാരണവുമാണ്. തുടർച്ചയായി 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം വരിക, കുളിര്, പനി, നെഞ്ചുവേദന, തളർച്ച തുടങ്ങിയവ ടി.ബിയുടെ ലക്ഷണങ്ങളിൽ പെടും. ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങൾ നിലവിലുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 6 മാസത്തേക്ക് എടുക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ കൂട്ടാണ് ക്ഷയരോഗത്തിനുള്ള സ്റ്റാൻഡേർഡ് കോഴ്സ്. മുൻകൂട്ടിയുള്ള രോഗനിർണയവും ചികിത്സയും ടി.ബിയുടെ വ്യാപനം തടയുന്നതിനും രോഗശമനത്തിനും നിർണായകമാണ്.